പറഞ്ഞിട്ടായിരുന്നു വൺ പീസിലേക്ക് തിരിച്ചു നമ്മൾ തിരിച്ചു വരുന്നത് വൺ പീസിലോട്ട് തിരിച്ച്. അപ്പോ അത് സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീപ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് ഞാൻ പേടിച്ചു. ദിസ് എ സ്പെഷ്യൽ വൺ പീസ് എപ്പിസോഡ് ടു ബി ഫെയർ, ബിക്കോസ് കുറച്ച് നാളായി നമ്മൾ വൺ പീസ് എപ്പിസോഡ് ചെയ്തിട്ട്. അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് നാളായി. വൺ പീസിന്റെ ടാഗ് കാണുമ്പോൾ ഇഷ്ടംപോലെ പിള്ളേരും വരും, അത് വേറൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഇന്ന് വൺ പീസ് വേൾഡ് ബിൽഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വൺ പീസ് ഉണ്ടെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചു വരുത്തിക്കുന്നത്. അതെ, അവനെ പറ്റിച്ചതാണ്. അല്ല, പറ്റിച്ചല്ല, നല്ല ഉപയോഗം വേണ്ടേ. ഇനിയിപ്പോ അങ്ങനെ യൂസ്ലെസ് എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നെങ്കിലും ആളെയും സൂപ്പറാണ്. യൂസ്ലെസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ശ്രീരാമകൃഷ്ണ മിഷൻ എന്തോരം കാശുണ്ടാക്കി കൊടുത്തറിയോ. ബിസിനസ് മാൻ ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, മുടിയൻ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ. ദിസ് ഇസ് നിതിൻ, ഗൗരി ശങ്കർ, ഞാൻ സാഹിൽ. ദിസ് ഇസ് ദുബായ്. സോ മുടിയൻ തന്നെ തുടങ്ങാം, വൺ പീസ് ആയതുകൊണ്ട്. പറയൂ, വൺ പീസ് വേൾഡ് ബിൽഡിങ്ങിനെ പറ്റി പലരും പല രീതിയിലാണ് അവതരിക്കുന്നത്. ലോകത്തിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരു എന്താണ് ജിസ്റ്റ് പറയും. വൺ പീസ് വേൾഡ് നമ്മുടെ വേൾഡിനെ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏച്ചിറോടെ അത് പ്ലേസ് ചെയ്ത്, അതായത് ഓരോന്നും ചിലപ്പോൾ ഓരോരോ ഇൻസിഡൻസുകൾ, അതും വൺ പീസ് വേൾഡിൽ തന്നെ പാസ്റ്റ് നടന്നതും ഇപ്പം നടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മളിവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങൾ അതെല്ലാം അതേപടി അങ്ങ് എടുത്ത് വെക്കുകയാണ് ആശ. പക്ഷെ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ ആൾക്കാർക്ക് കുറച്ച് സമയമെടുക്കും. കാരണം അത് റിയൽ ലൈഫായിട്ട് നമുക്ക് എത്രത്തോളം, എനിക്കൊരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഇതെല്ലാം ഇവിടെ ഉള്ള സാധനങ്ങളല്ലേ. നമ്മൾ ആദ്യം മറ്റേ സ്ഥലങ്ങളൊക്കെ കണ്ട് ആഹാ അല്ല വാസ്ത ഓക്കെ ഇത് 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 പക്ഷെ പിന്നെ കുറച്ചുകൂടി ഇരുന്ന് നമ്മൾ ഡീപ്പായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഇത് മറ്റേ സംഭവം, ഇത് ഈ സംഭവം എല്ലാം മറ്റേ ഇന്റർ കണക്റ്റഡ് ആണ്. വേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഗൊറോസെ എന്ന് പറയുന്നത് UN മറ്റേ ടോപ്പ് 5 ആണ്. ബേസിക്കലി അവരുടെ കൺട്രോളിലാണ് UN. അങ്ങനെയുള്ള അല്ല, അത് ബേസ്ഡ് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ. മറ്റേ ഗൊറോസയില് ആരെ ബേസ് ചെയ്താണ് പുള്ളി വരച്ചതെന്നൊക്കെ ഉള്ളത്. പിന്നെ അതിന്റെ മൊട്ടത്തലയും ഗാന്ധിജി ഉദ്ദേശമാണ്, ഒരെണ്ണം കാൾ മാർക്സിനെ ഉദ്ദേശമാണ്. മറ്റേ സാറ്റേൺ ആണെന്ന് തോന്നുന്നു കാൾ മാർക്സിനെ ഇൻസ്പയർ ചെയ്ത് വരച്ചേക്കുന്നത്. പിന്നെ അങ്ങനെ അതായത് നമ്മുടെ ലോകം കമ്പയർ ടു വൺ പീസ് ലോകം, സൈസ് ഡിഫറൻസ് ഇസ് സംതിങ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് വൺ പീസിന്റെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു 4-5 ഇരട്ടി വലിപ്പമുണ്ട്. സ്കെയിൽ ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര. അതായത് നമ്മുടെ എർത്ത് ഇത്ര, നമ്മുടെ എർത്ത് ഇത്ര എങ്കിൽ വൺ പീസിന്റെ എർത്ത് ഇത്ര. കാര്യം അതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് അത് റീൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ 1000 ഗോസ് അണ്ണിയുടെ വലിപ്പത്തെ കുറിച്ചൊരു കമ്പാരിസൺ വരുന്നുണ്ട്. അതായത് അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ആ കോളനി ഉണ്ടല്ലോ, ആ കോളനിയെക്കാട്ടിലും വലിപ്പമുണ്ട് ആക്ച്വലി ഗോസണ്ണിയുടെ വലിപ്പം. 1000 ഗോസണ്ണിയുടെ മാസ്റ്റ് ആ കോളനിയെക്കാട്ടിലും വലുത്. അതായത് ഒരു കൊളോസൽ ടൈറ്റന്റെ, കൊളോസൽ അല്ലല്ലോ മറ്റേ ടൈറ്റൻ, കൊളോസൽ ടൈറ്റനെക്കാട്ടിലും വലിപ്പമുണ്ട് ആക്ച്വലി. ലൂഫിയൊക്കെ പൊക്കം കുറവാ. പക്ഷെ മിനിമം 1 മീറ്റർ സംതിങ് പൊക്കം ഉണ്ട്. ലൂഫി 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള 5-11 അങ്ങനെ എങ്ങാണ്ടുള്ളൂ. സാധാരണ നമ്മൾ ഇവിടുത്തെ ഒരു വലിയൊരു അങ്ങനെ വെച്ച് നോക്കുമ്പോ വ്യത്യാസമുണ്ട്. സീരീസ് കാണുന്നത് ഒരു കൊച്ചിറക്കനായിട്ട്. ഇവിടത്തെ അമിതാഭ് ബച്ചനാണ് അവിടത്തെ ലൂഫി. ലൂഫി അക്കോർഡിംഗ് ടു ചാർട്ട് ലൂഫി ഈസ് ലിറ്റിൽ ഓവർ 5 feet 7. ഭൂമിയുടെ വലിപ്പം വ്യത്യാസം ഓൾറെഡി ഇപ്പൊ നോക്കി. അതായത് നമ്മുടെ ഭൂമിയിൽ ഏകദേശം 10 ഇരട്ടി വലിപ്പം ഉണ്ടെന്ന് വെച്ചു. ജയൻസ് ആണ്. കത്താക്കൂരി എങ്ങാണ്ട് 116 അടി എങ്ങാണ്ടാ പറയുന്നേ. കത്താക്കൂരിയുടെ പൊക്കം 200 അടി പൊക്ക പറയുന്നത്. അപ്പം വൺ പീസിന്റെ സൈസ് വെരി വെരി, അതായത് 200 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഭൂമിയിലും അവിടത്തെ ജയൻസ് തമ്മിലുള്ള, അവിടത്തെ ജയൻസ് എന്ന് പറയുന്നത് അപ്പൊ കൊളോസൽ ടൈറ്റനെക്കാട്ടിലൊക്കെ വലുതായിരിക്കും. ഇരട്ടിക്ക് വലിപ്പം. അവിടത്തെ ജയൻസിന്റെ ഫ്രണ്ടിലേക്ക് മറ്റേ കൊളോസൽ ടൈറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ബഡ്സ് ചെവിയിലിടാറുണ്ട്. എടാ ലൂഫി ഇറച്ചി എന്ന് പറഞ്ഞ് തിന്നും. 20 എക്സ്പോസ്ഡ് മീറ്റ് ഇല്ലേ
21 അടി 10 ഫീറ്റ് 21 അടി 10 ഒന്ന് അടി എന്ന് പറയുമ്പോ ഞാൻ 6 അടി ഉണ്ട് 1 2 3 18 അടി. എന്റെ 3 വലിപ്പം 18 അടി ആവുന്നുള്ളൂ. ഏകദേശം 4 ഇരട്ടി അടുപ്പിച്ചുണ്ട്. അടുപ്പിച്ചുണ്ട്. 3 ഇരട്ടി. എന്നിട്ടും നമ്മൾ ഈ വേൾഡ് ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരു മറ്റേ അവന്റെ അതിന്റെ വാളിന്റെ പേരെന്തോ വരുന്ന വൈറ്റ് ബിയറിന്റെ വാളുണ്ടല്ലോ, അതിന്റെ പേര് എനിക്കറിയത്തില്ല. അത് ഒരുത്തം ഉണ്ടാക്കി റിയൽ ലൈഫ് സൈസ് ഉണ്ടാക്കി വരുന്നൊരു അതിന്റെ ഹൈറ്റ് കാണണം. അവനെ കൊണ്ട് അത് എടുത്ത് പൊക്കാൻ പറ്റത്തില്ല തിരിച്ചെടുത്തിട്ട്. അതിനാ എന്നെ വെച്ച് തുടങ്ങുന്ന ഒരു പേരുണ്ട്, ആ ഒരു ടിപ്പിക്കൽ ആ ഒരു അങ്ങനത്തെ വാളുകൾക്ക് പേര് പറഞ്ഞു. മറ്റേ ഹാൻഡിലും ഇതും കൂടെ വരുന്ന അതിന് ഒരു പേരുണ്ട്, നഗിനാത്ത. അപ്പോ വേൾഡ് ബിൽഡിംഗ് സ്കെയിൽ, പിന്നെ എന്താ പറയാ, സ്കെയിലിംഗ് വൺ പീസ് വേൾഡ് ബിൽഡിംഗ് ഭയങ്കര ബോറിംഗ് ആണ് എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു കരകമ്പി ഇൻ ജനറൽ കോൺവെർസേഷൻ. ടു ബി ഫെയർ, വാട്ട് ഡു യു തിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പിയായിട്ട് ഞാൻ എടുക്കുകയാണ്. നീ മിണ്ടരുത്, ഞാൻ അവനാണ് ചോദിച്ചത്. ഇത് മൈക്ക് പിക്കപ്പ് ആയി കാണും. ഇൻ എനി കേസ് പിള്ളേരൊക്കെ കൊണ്ടുവരണം ഒന്ന് ലൈക്ക് വേൾഡ് കോണ്ടെക്സ്റ്റ്. എല്ലാ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് പറഞ്ഞ എല്ലാവർക്കും കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മറ്റേ ക്യാരക്ടർ ഇന്റഗ്രേഷൻസ് ഉണ്ട്. വേൾഡിന്റെ ഓരോ ഐലൻഡ് പോകുമ്പോഴത്തേക്കും കഥ ഭയങ്കര വലുതേ പോവാണ്. അത് ടൂ മച്ച് അല്ലേ? ഈ വേൾഡ് ബിൽഡിംഗ് എന്ന കോണ്ടെക്സ്റ്റിൽ അത് ഒരുപാട് കൂടുതലല്ലേ എന്നുള്ളതാണ് ജനറൽ കൺസെൻസസിന്റെ ഒരു അഭിപ്രായം. വലുതല്ലെന്നേ ഞാൻ പറയുള്ളൂ. അത് വലിയൊരു സംഭവമല്ല. അതായത് ഓരോരോ റീജിയനിലും ഓരോരോ ക്യാരക്ടറിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതൊരു വെറും നെയിംലെസ് ക്യാരക്ടറായിട്ട് മറ്റേ NPC എന്ന് പറഞ്ഞത് തട്ടിക്കളയാൻ പറ്റൂല. എടാ, ഇത് എല്ലാത്തിനും മെയിൻ സ്റ്റോറി ആയിട്ട് ഒരു അസോസിയേഷൻ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ? ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പീസിന്റെ വേൾഡ് ബിൽഡിംഗ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഒരു പ്രോസ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കണക്റ്റഡ് ആണ്. സ്റ്റോറീസ് വെൽ കണക്റ്റഡ്. അതായത് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എങ്ങനെ വെൽ കണക്റ്റഡ് ആക്കാന്ന് പുള്ളിക്കാരൻ നമുക്ക് കാണിച്ചു തന്നേക്കെ. ഇപ്പം നമ്മളൊരു മഹാഭാരതം അല്ലെങ്കിൽ ഒരു മഹാഭാരതം പോലെ ഒരു ഹിന്ദു മിത്തോളജി എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് ഒരു കണക്ഷൻ ഉണ്ട് ഇല്ലേ? ആ ഒരു നമുക്കൊരു ഹയറാർക്കി എഴുതാൻ പറ്റും അവിടെ. ആ ഒരു എഴുതാൻ പറ്റുന്ന അതേ ക്വാളിറ്റിയിലാണ് ഒരു മങ്കാക്ക ഒരു മാങ്ക എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്തുള്ള ഓരോ ക്യാരക്ടറും നമുക്കിങ്ങനെ വരച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരിടത്തുനിന്ന് ഇങ്ങനെ വരച്ച് ആ ക്യാരക്ടറുമായിട്ട് ഇതുമായിട്ടുള്ള കണക്ഷൻ, ആ ഒരു ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടറുമായിട്ടുള്ള കണക്ഷൻ. ലൂഫി അലൈസ് ചാർട്ട്, എന്നിട്ട് മറ്റേ എന്താണ് മറ്റേ സ്ഥലത്തിന്റെ പേരെന്തോന്നു, അലബാസ്തല്ല, ഗോവ കിങ്ഡം, ഈസ്റ്റ് ബ്ലൂയിൽ നിന്ന് തുടങ്ങും. ഈസ്റ്റ് ബ്ലൂവിൽ നിന്ന് ലൂഫിയുടെ മറ്റേ അലയൻസസ് ഇങ്ങനെ തുടങ്ങി ഓരോരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും ആരൊക്കെയാണ് ലൂഫിയുടെ അലയൻസ്. അത് കഴിഞ്ഞ് അപ്പുറത്തെ ചാട്ടില് ലൂഫിയുടെ ശത്രുക്കൾ, ഇതും പോരാന്നിട്ട് ന്യൂട്രൽ, ഇതും കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടേഴ്സ് എന്നും പറഞ്ഞിട്ട് കാണാം. പക്ഷെ സ്റ്റോറി ആയിട്ട് കണക്ഷൻ ഉണ്ട് ഇവർക്ക്. അതാണ് വേറൊരിടത്തില്ല. ഇപ്പം മിത്തോളജീസ് എടുക്കുക, മിത്തോളജീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റോറിയിൽ ഒരു റിയൽ ലൈഫ് നമ്മൾ എഴുതിയിട്ടുള്ളൊരു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഓൺഗോയിങ് സ്റ്റോറിക്കകത്ത് ഇത്രയും ഹയറാർക്കി സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും കണക്ഷൻസ് ബോൺസ് ഇത്രയുള്ള ഒരു കഥ വേറെ ഇല്ല. അത് എത്ര സിംപ്ലിസ്റ്റിക് ആയിട്ട് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആവാൻ വളരെ ഈസിലി കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നൊരു സ്റ്റോറിയെ ഇത്ര സിംപ്ലിസ്റ്റിക് ആയിട്ട് എങ്ങനെ എഴുതാമെന്നാണ് സത്യം പറഞ്ഞാൽ സിമ്പിള് വൺ പീസ് കാണിച്ചു തരുന്നത്. ഒരു കപ്പലിനെ കൊണ്ട് ആൾക്കാരെ കറിയിക്കാൻ സക്കീർ ബൈക്ക് പറ്റും. ഒരു പട്ടിക്കുട്ടിയുടെ കഥ പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു ഫില്ലർ സാധനം പോലെ ആയിട്ടായിരുന്നു അത് ഇട്ടിരുന്നത്. പക്ഷെ അതെ, പക്ഷെ അവിടെ ആലോചിച്ച് നോക്കണം, ആ ഒരൊറ്റ പട്ടിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആയിരുന്നു അവിടെ മുതലാണ് ഈ ബാക്ക് സ്റ്റോറി. ഇനി ഞാൻ എഴുതാൻ പോകുന്ന ബാക്ക് സ്റ്റോറിക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ എന്നുള്ള ഇത് വെറും സാമ്പിള്. പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഫോർഷാഡോയിങ് സാറിന്റെ മെയിൻ സാധനമാണല്ലോ അതിൽ അവിടെയാണ് പുള്ളിക്കാരൻ ജീനിയസ് ആണെന്ന് തെളിയിക്കുന്നത്. 1000 ചില്ലുവാൻ എപ്പിസോഡിൽ നടക്കാൻ പോണ കാര്യം മറ്റേ ആദ്യത്തെ എപ്പിസോഡിൽ എല്ലാം കൊണ്ടിടും. നമ്മള്
ഞാൻ കണക്ട് അല്ല എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിന്റെ എൻഡിങ് എഴുതിയിട്ട് ബാക്കിലോട്ട് സ്റ്റോറി എഴുതുന്ന കണക്കൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈറ്റ് നോവലില്ലേ ഉണ്ടോ? ഇല്ല അല്ല പുള്ളി ആക്ച്വലി 2-3 പേർക്ക് ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മരിക്കാൻ പോകുന്ന കൊച്ചിനോട് ആ കൊച്ചു മരിച്ചു. പിന്നെ നമ്മുടെ വൺ പീസ് റെഡ് ഫിലിമിന്റെ ഡയറക്ടർ പുള്ളിക്ക് ഇതിന്റെ ക്ലൈമാക്സ് അറിയാം. പിന്നെ എഡിറ്റർ അപ്പൊ എനിക്ക് തോന്നുന്നു ഇവൻ പറഞ്ഞ പോലെ ചിലപ്പം ഒരു വളരെ അധികം സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ 1000 എപ്പിസോഡ് കഴിയുന്ന ഒരു സാധനത്തിന് ഫസ്റ്റ് എപ്പിസോഡിൽ പുള്ളിക്കാരന് ചിലപ്പം ഇതിനൊരു ലൈറ്റ് നോവൽ പുള്ളിക്കാരൻ റിലീസ് ചെയ്യാത്ത ഒരു നൈറ്റ് നോവൽ എഴുതി അതില് ഇയാള് ചിലപ്പോൾ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ ഇത് എൻഡിങ് ടു ബിഗിനിങ് ആണെങ്കിൽ ഇതിന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫോർ ഷാഡോയിങ് ഇത്രയും എലാബറേറ്റഡ് ആയിട്ടുള്ള ഫോർ ഷാഡോയിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സ്റ്റോറിയുടെ എൻഡിങ്ങിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എൻഡിങ് വരെ പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഇതിന്റെ ബാക്ക് ടു ഫ്രണ്ട് എഴുതിയൊക്കെയാണെങ്കിൽ അത് പല നോവലുകളും പല ആൾക്കാരും അങ്ങനെ എഴുതിയിട്ടുണ്ട്. എൻഡിങ് ടു ബിഗിനിങ്ങിലോട്ട് പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് പുള്ളി മറൈൻ ഫോർഡിൽ തീർക്കാതിരുന്ന സാധനമാണ്. മറൈൻ ഫോർഡിലാണോ സ്കൈപ്പി ആർക്കിലാണോ? മറൈൻ ഫോർഡ് ആർക്ക് അത് ഫൈനൽ വാർ ആർക്കായിട്ട് തീർക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോഴാണ് എഡിറ്റർ പറഞ്ഞത് അങ്ങനെ തീർക്കണ്ടെന്ന് പറഞ്ഞിട്ട്. യോങ്കോടെ കൺസെപ്റ്റ് വന്നു തുടങ്ങിയിടത്തു നിന്നാണ് സ്റ്റോറി ഇത്രയും എലാബറേറ്റഡ് ആയത്. യോങ്കോ കൺസെപ്റ്റ് വന്നു തുടങ്ങിയത് അത് ആദ്യം പുള്ളി വിചാരിച്ചിരുന്നത് ഐ തിങ്ക് സ്കൈപ്പി ആർക്കിൽ മറ്റേ ആ ഒരു നഷ്ടപ്പെട്ട ഒരു കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ അവിടെയാണ് വൺ പീസ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു രീതിയിൽ. പക്ഷെ പിന്നീട് അവിടെ നിന്നിട്ട് മറൈൻ ഫോർഡിൽ നിർത്തേണ്ടതായിരുന്നു. പക്ഷേ എഡിറ്റർ കഥ ഓൾറെഡി ആള് തന്നെ പറഞ്ഞ് ഇതിവിടെ നിർത്തണ്ട, പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിന് ഇനിയും പോകാനുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആശാൻ അവിടെ നിന്ന് കഥ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പം എന്തായാലും ആദ്യം ഇത്രയുള്ള അവസാനം വരെയുള്ളത് ആളെ എഴുതിയിട്ടില്ല. മറൈൻ ഫോർഡ് വരെയുള്ള സാധനം ആൾ പ്രിപ്പയർഡും എല്ലാം റെഡിയായിരുന്നു. പക്ഷേ അവിടെ നിർത്താതെ ആ മറൈൻ ഫോർഡിന് ശേഷമുള്ളൊരു സാധനത്തിന് അങ്ങ് നീക്കി അറ്റത്ത് കൊണ്ടുവച്ച്, അതായത് എൻ്റെ ഉണ്ട്. I think what he follows is section by section plan ചെയ്ത് എഴുതുകയാണെന്നുള്ളത്. ആർക്സ് പ്ലാൻ ചെയ്ത് എഴുതുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ആർക്കില് ഈ ഒരു ക്ലിഫ് ഹാങ്ങർ ഇട്ടിട്ട് ഒരു ലേ ഓഫ് ഇട്ട് പിന്നെ അതിൽ കുറച്ച് മറ്റേ ഫോർ ഷാഡോയിങ് അടുത്ത ആർക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അതിലോട്ട് കണക്ട് ചെയ്ത് അതൊന്ന് അതിലോട്ട് കണക്ട്, അങ്ങനെ ആയിരിക്കും. പുള്ളി എപ്പോഴും സ്റ്റോറിയുടെ അടുത്ത ഫ്യൂച്ചർ പറയുന്നത് ആർക്കിന്റെ ബേസിസിലുണ്ടോ. അതായത് ലാസ്റ്റ് ആർക്കിന്റെ തൊട്ട് മുമ്പായിട്ട് ഇന്ന ക്യാരക്ടർ വരും, അല്ലെങ്കിൽ ലാസ്റ്റ് ആർക്കുകൾ ചേരുമ്പോൾ അതിന്റെ പേരെന്തോ സാഗയ്ക്ക് മുമ്പായിട്ട് ഇന്ന കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഫിഷ്മെന്റിന്റെ അവസാനമാണ് ഇതില് ബിഗ് മോമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. എന്നിട്ട് നേരെ മറ്റേ പങ്കില് പോയിട്ട് അവിടെ നിന്ന് പിന്നെ സോ നമ്മൾ വെച്ച് ഇതൊന്നും ഒരു കണക്ഷനും ഇല്ല. സോയിന്ന് നേരെ എവിടെയാ പോണേ? ആർക്ക് പ്ലാൻ ചെയ്ത് എഴുതുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് എൻഡി മാറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഒരു വെടല തള്ളയത് എനിക്ക് പിടിക്കാത്ത ബിഗ് മോമിന് ശരിക്കും പീപ്പിൾ ആർ എനേബിളിങ് ബിഗ് മോം. അതായത് ബിഗ് മോമിനെക്കാട്ടിയും പവറുള്ള ഒരാള് നിനക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് 2 അടിയും കൊടുത്ത് അവിടെ ഇരുത്തിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് മോമിനെ പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരാളെ അടക്കി നിർത്തുന്നതിനും കാട്ടി എനേബിൾ ചെയ്ത് വിടുന്നതാണ് അവർക്ക് അവിടെ ഉണ്ടായത്. കാരണം ബിഗ് മോമിനെ എനേബിൾ ചെയ്ത് വിട്ടോണ്ടിരുന്ന ബിഗ് മോം എപ്പോഴും ഒരു സൈഡിൽ കേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം ആസ് എ പൈറേറ്റ് ബിഗ് മോമിന്റെ ഏറ്റവും കൂടുതൽ എന്തോന്നു കേസ്. അവർ ഡയബറ്റീസിന് ചാവത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റോറിയില്ലേ നിങ്ങൾ കുറച്ചും കൂടെ നല്ല രസമായിരുന്നു കഥയിൽ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ലൂഫിയൊക്കെ വന്ന് ലൂഫി സോറൊക്കെ എന്നാ ചത്തമുണ്ട്. സോറോ അടിക്കണ വെള്ളം അടിക്കണ്ടല്ലോ. ഇവന് ഫ്രാങ്കിക്ക് ഷുഗറും വരും. പിന്നെ സോറോ മറ്റേ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടേ മാച്ചായി പോകുന്നു. അമ്മാര് തല്ലല്ലേ ഉണ്ടാക്കണത് അവിടെ എവിടെയും പോയി കിടന്നിട്ട്.
പിന്നെ വഴിതെറ്റി നടക്കണൊക്കെ അല്ലേ കുറെ ആകെ സേഫ് ആയിട്ടുള്ളത് ഇവൻ മാത്രമേ ഉള്ളൂ, സാഞ്ചി മാത്രമേ ഉള്ളൂ. അല്ല രസികർ തുല്യ അല്ല അവന് ഇതില്ലല്ലോ, അവൻ ഹ്യൂമൻ അല്ലല്ലോ, മറ്റേ ഹ്യൂമൻ അല്ലേ ഫ്രാങ്കി ഹാഫ് ഇതേ ഉള്ളു. അവന്റെ പവർ ചെയ്യണത് കോള, കുടിക്കണത് കോള. അതിലെ കാര്യമൊന്നുമല്ലോ ചിലപ്പോ മറ്റേ മറ്റവൻ അങ്ങനെയല്ല, മറ്റവൻ ജെനറ്റിക് വൈസ് തന്നെ സേഫ് ബ്രൂക്കാണ്. ആ ബ്രൂക്കിന് പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. അല്ല ബ്രൂക്കിന് വേറെ കാര്യമുണ്ട്, കോളയൊക്കെ പേടിക്കണം. അല്ല കോളയൊക്കെ പേടിക്കണം. ഡെക്സാ സ്കാൻ എടുക്കുമ്പോഴത്തേക്കും ബോണ്ട് ഡെൻസിറ്റി കുറവായിരിക്കും. അത് ബ്രൂക്കിന് ഇത്ര ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ് പാല് ഓണാണ് കളിച്ച്. അതൊരു രണ്ടിനോട് ചിരിക്കുന്ന അറിയാലോ ബ്രൂക്ക്. അപ്പോഴും എന്നിട്ട് ഇതൊക്കെ എന്തു വന്ന് റിയാലിറ്റി ആദ്യമായിട്ട് ആൾട്ടർ ചെയ്യുന്നത് ലൂഫി അപ്പോഴാണ്. അല്ല വൺ പീസിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ടോം ആൻഡ് ജെറിയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ടോം ആൻഡ് ജെറി എന്നല്ലേ ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുള്ള കോമിക്കലല്ലേ ഏതുണെങ്കിലും എടുത്ത് നോക്കിക്കോ. ടോം ആൻഡ് ജെറി ഉണ്ട്, ഗോക്കു ഉണ്ട്. വൺ പീസ് പിന്നെ ഭയങ്കര വേഴ്സറ്റൈലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് മറ്റേ കറണ്ട് സിനാരിയോസ് വെച്ച് പ്ലേ ഓഫ് ചെയ്യണത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. വാർ ആണെന്നുണ്ടെങ്കിലും ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആണെന്നുണ്ടെങ്കിലും ഈ വേൾഡ് ഓർഡർ, പിന്നെ ഈ മറ്റേ ഇഷ്യൂസ് കറണ്ട് അഫയേഴ്സ്, ഈ പവർ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈസ് പ്രസന്റിങ് ഇറ്റ് ഇൻ എ വേ ദാറ്റ് ദി എന്താ പറയാ ഒരു വിഭാഗം ജനത്തിന് അത് എന്താന്ന് മനസ്സിലാവില്ല. വേറൊരു വിഭാഗം ജനം ദേ ആർ തിങ്കിങ് മോർ ഇൻ ടു ഇറ്റ് ദാറ്റ് ദേ ഫൈൻഡ് കമ്പാരിസൺസ്. അപ്പം പക്ഷെ വേറെ ഇതിന്റെ എല്ലാ സൈഡിൽ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ട് ഇങ്ങനെ എന്ത് സാധനമാണ് പകച്ച് വിടണമെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ക്ലൈമാക്സ് മൂഞ്ചിപ്പോയത്. ക്ലൈമാക്സ് മൂഞ്ചി പോയാൽ പറ്റി വലിയ കാര്യമൊന്നുമില്ല. കാരണം വൺ പീസ് ദ ജേർണി അതല്ല ഓൾറെഡി പറഞ്ഞു മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. മെറ്റീരിയലിസ്റ്റിക് ആണ് വൺ പീസ് മറ്റേ മൂഞ്ചിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റൂല. ഓടെ പറയണത് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം ഇയാള് ഇത്രയും നാള് പറഞ്ഞോണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6ാമത്തെ തവണ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ബ്രേക്ക് ആയിരിക്കണ ആളാണ്. എനിക്ക് തന്നെ മറ്റേ കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള ഇതും മറ്റേ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ട് ഞാൻ മറ്റേ പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരും നിരാശരാകില്ല എന്നാ പുള്ളി പറയുന്നത്. അണ്ണം വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു വേൾഡ് വാർ തുടങ്ങാം. അമ്മാതിരി പവറുള്ള ഒരാളാണ് ഇയാള്. ആ ഒരു സത്യം മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. എക്സ്പ്ലെയിൻ. ആള് ലോകത്ത് നടക്കണ ഓരോ ഗവൺമെന്റിന്റെ, അതായത് ഓരോ റീജിയനിലും ഓരോരോ സംഭവം നടക്കുമല്ലോ, അത് ഓരോരോ ഗവൺമെന്റിനെയും ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുമ്പം ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ റെവല്യൂഷണറി ആർമി എന്ന് പറയണത് ബേസിക്കലി സിവിൽ വാറാണ്. അപ്പോൾ ഒരു നേഷനിൽ സിവിൽ വാർ നടന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഈ സിവിൽ വാർ നടന്ന നേഷൻ ബാക്കിയുള്ള ഈ പൊട്ടൻഷ്യൽ സിവിൽ വാർ നടക്കാനുള്ള എല്ലാ ആൾക്കാരുമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്? അത് റെവല്യൂഷണറി ആർമി ചെയ്യണത് അതാണ്. സോ ദേ ആർ നൗ ഡീംഡ് എ ടെററിസ്റ്റ് ഗ്രൂപ്പ്. അപ്പം ഇവിടെ ഉള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ് അസൈഡ് സിവിൽ വാറിന് വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അതൊരു വേറെ സിറ്റുവേഷനായിട്ട് തന്നെ മാറും. അതെ, അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ടുണ്ട്. സിംപ്ലി ഇവൻ പറയുന്ന ഡോഫ്ലമിംഗോ പറയുന്ന ഡയലോഗ്, പൈററ്റ്സ് ആർ ഈവിൾ, സാഹചര്യം. അത് സ്റ്റൈലിന് സ്റ്റൈൽ, ക്രൂരതയ്ക്ക് ക്രൂരത, വാക്കിംഗ് സ്റ്റൈലിന് വാക്കിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ അത് ഒരു ക്യാരക്ടറാണ്. അതൊരു പേടിക്കണമില്ല. ആ ഒരു ഡയലോഗിനകത്ത് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ആ ഒരു ഡയലോഗ് പറയുന്നത്. ജസ്റ്റിസ് പ്രിവൈൽ, ഡെഫിനറ്റ്ലി മുകളിലിരിക്കുന്നവൻ അതാണ് ജസ്റ്റിസ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഫ്രീഡം ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം വരെ നമുക്ക് ലിമിറ്റ് ചെയ്ത് തന്നിരിക്കുന്ന സാധനമാണ്. ഫ്രീഡം ഈസ് ആൾസോ ലിമിറ്റഡ്. അച്ഛനോട് ചോദിക്കൂലേ എന്റെ പ്രിവിലേജ് ലിമിറ്റ് ചെയ്യാൻ നീ ആരാണ് ഡയലോഗ് മറ്റേ അത് ഒരു തരത്തിൽ ശരിയാണ്. അയാള് പിന്നെ അയാളുടെ മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കണായിരുന്നു. ഒരു സേഫ്റ്റി സംഭവം കൺസിഡർ ചെയ്യാണ്ട് അയാള് കാണിച്ചത് മറ്റേ ഫ്ലമിംഗോ പോയി നിന്നെ അത് ആ പേര് തന്നെ ഡോൺ കിക്സോട്ട്. അയാൾക്ക് മറ്റേ തന്തപ്പണിക്ക് നന്നാവണമെങ്കിൽ അങ്ങയാൾക്ക് മറ്റേ എല്ലാം കളഞ്ഞിട്ട് പോയായിരുന്നു. അയാള് മറ്റേ കുടുംബം എല്ലാം വേണം. എന്നാ
മക്കൾ എന്തിനാണ് എന്നുള്ളതൊന്നും ഇയാൾ സോഷ്യൽ ചിന്തിക്കില്ല. ഇംപ്ലിക്കേഷൻസ് ആലോചിക്കുക മണ്ടത്തരമാണ് ടു ബി ഫെയർ. നമ്മളിപ്പം ഇപ്പൊ അയാളൊരു വില്ലനായിട്ട് അയാളിപ്പോ ചെയ്ത് തെറ്റാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഈ അപ്പനപ്പന്മാരായിട്ട് അവരൊന്നും വിറ്റ് തൊലക്കായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ചിലപ്പം നമ്മൾ പറയത്തില്ലേ, അല്ലേ? അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെ. നമ്മൾ പ്രിവിലേജസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതെ, പുള്ളി ചെയ്യുന്നത് അപ്പം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ട കഥയിൽ ബെറ്റ് വെച്ച് ചീട്ട് കളിച്ചുകൊണ്ട് 200 രൂപയ്ക്ക് എന്റെ ഓർമ്മ ശരി 200 രൂപയ്ക്ക് 25 സെന്റ് സ്ഥലം 30 സെന്റ് സ്ഥലം എന്തോ അന്നത്തെ കാലത്ത് നീ തിരിച്ചു അല്ല അത് ഒത്തിരി മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തിനു പറയുന്നു, ആക്കുള സ്ഥലം മേടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കാരണവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചതുപ്പല്ലേ, അത് ആർക്ക് വേണം, അത് ആ സ്ഥലത്തിൽ നിന്ന് ഒരു പുരോഗതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാരണവന്മാരുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് സ്ഥലം നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞിട്ടായിരുന്നു വൺ പീസിലേക്ക് തിരിച്ചു നമ്മൾ തിരിച്ചു വരുന്നത് വൺ പീസിലോട്ട് തിരിച്ചു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഓടയുടെ ശരിക്കുള്ള പവർ റിയലൈസ് ചെയ്ത് തുടങ്ങിയ എല്ലാവരും ഒന്ന് പേടി. പുള്ളിക്കാരനൊരു സിവിൽ വാർ ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവും ഉണ്ട്. സിവിൽ വാർ ലോകത്തിനെ തലകുത്തനെ പിടിച്ചിടാനുള്ള പവർ അയാളുടെ ആ സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പം ഒരു കാലത്ത് ആരോ എഴുതിയൊരു കഥയാണ് ഇന്നത്തെ മിത്തോളജീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു മിത്തോളജി അന്ന് എഴുതിയായിരുന്നെങ്കിൽ ഇന്ന് ആയതായിരുന്നു. ചിലപ്പോ 100 വർഷം പോട്ട് ഇപ്പഴേ വേണമെങ്കിൽ കേസ് സ്റ്റഡീസിന് വേണ്ടി പലതിനും എടുക്കാം. കൊറേ പേര് PhD ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അവള് ചെയ്യണല്ലേ ഇതേപോലെ കേസ് സ്റ്റഡി ചെയ്യുന്നുണ്ട് വൺ പീസിൽ. അത് ലിറ്ററേച്ചറിന്റെ ഇത് വെച്ചിട്ട് പോട്ട്. ലിറ്ററേച്ചർ എന്നുള്ളത് ഒരൊറ്റ സബ്ജക്റ്റ് മാത്രമല്ല. പൊളിറ്റിക്സിനോട് എടുത്താലോ? പൊളിറ്റിക്സ് ഉണ്ട്, ലിറ്ററേച്ചറിനോട് എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ഗുഡ് സ്റ്റോറി. അല്ല ലിറ്ററേച്ചറിന്റെ അകത്ത് ഈ പറഞ്ഞ പൊളിറ്റിക്സിന്റെ എല്ലാത്തിന്റെ ഇത് വരുന്നുണ്ട്. അല്ല നമ്മൾ വെറും ലിറ്ററേച്ചർ എന്നുള്ള മാത്രം ഇതിൽ എടുക്കുമ്പം അതൊരു സൈഡല്ലേ എൻ്റെ. പക്ഷെ പൊളിറ്റിക്സ് മാത്രം അതിൽ കോൺസെൻട്രേറ്റ് എടുത്താലാ പൊളിറ്റിക്സ് ബിസിനസ്, ഫിലോസഫി, പൊളിറ്റിക്സ്, ആർട്ട്, ലിറ്ററേച്ചർ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. എല്ലാത്തിനും നല്ല റെഫറൻസ് മെറ്റീരിയൽ ആണ്. ടു ബി ഫെയർ കേസ് സ്റ്റഡി ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ഈ വൺ പീസ്. എന്നിട്ട് ഇതിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് വന്ന് ഇതിനെ പറ്റി റിസർച്ച് ചെയ്ത് തുടങ്ങി. ആലോചിച്ചോ, ഇമാജിൻ എ സിനാരിയോ. അതായത് ഈ പൊളിറ്റിക്സ്, ആർട്ട്, ഇതിന്റെ എല്ലാ റിസർച്ചേഴ്സ് അതിന്റെ കൺക്ലൂഷൻ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. സോ ഐ ഡോണ്ട് തിങ്ക് ജസ്റ്റ് ഇമാജിൻ ദിസ് സിനാരിയോ വേറെ ഇതിന്റെ ലിറ്ററേച്ചർ ഇത് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് a selected group of people come together and study this based on real world. They are studying a very deep thing. Bible. No. Somewhere you are not supposed to look. Okay. നിനക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും അതെന്തായാലും നടക്കും. ക്യൂരിയോസിറ്റി, കൗതുകം അല്പം കൂടുതലാണ് മനുഷ്യന്മാർക്ക്. നീ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒഹാര ഇൻസിഡന്റ് മുതൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ അതുമായിട്ട് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സ്ലേവറി ഇപ്പൊ ഈ പറഞ്ഞ തന്നെ ഈ നമ്മുടെ റെഡ് ലൈനിന്റെ മുകളിലുള്ള ആ ഹോളി സിറ്റിയില് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അതെല്ലാം ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതെല്ലാം അതൊരു ഡാർക്ക് സിനേറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മറ്റേ റബറിക്ക് വേണ്ടി നടക്കുന്ന സമയത്തെ ഇവര് അടിയിൽ മറ്റേ ആൾക്കാർ പണിയെടുക്കുന്നത് അത് ഭയങ്കര മെറ്റഫോറിക്കൽ അല്ലേ? എന്ന് വെച്ചാൽ ഇവര് മുകളിൽ കൂടി മറ്റേ നടന്ന് നിൽക്കുന്ന ഇങ്ങനെ പോകുന്നു, അതിന്റെ താഴെ ആൾക്കാർ മറ്റേ പണിയെടുക്കുന്നത് ഭയങ്കര മെറ്റഫോറിക്കലായിട്ടാണ് ആ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. 2 ലെവൽസ് ഓഫ് പീപ്പിൾ എന്നുള്ളത് മാത്രമല്ല, അതിന് കുറെ കൂടെ സോഷ്യൽ ഇംപ്ലിക്കേഷനും ഇല്ലേ? കാരണം മുകളിലുള്ളവർ നടക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഉള്ളവർ നടുവും നട്ടൽ ഒടിഞ്ഞ് പണിയെടുക്കണം. അത് എന്ത് കോണ്ടെക്സ്റ്റിലാണെങ്കിലും അത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടെയാണ്. നമ്മളിപ്പോ ആലോചിച്ച് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടെ. സാധാരണ ഒരു കോർപ്പറേറ്റ് ലോകം എടുത്താലും മതി, അത് തന്നെയല്ലേ. അതും സ്ലേവറിയുടെ വലിയ എക്സാമ്പിൾ. ഇതിപ്പോ ചെയർമാൻ പറയുന്നത് 90 മണിക്കൂർ പണിയെടുക്കണമെന്ന്. 90 മണിക്കൂർ പണിയെടുക്കുക, അയാൾ 100 മണിക്കൂർ പണിയെടുക്കട്ടെ. എന്നിട്ട് അതിന് ഒരു 3 വർഷം ഒരു കേസ് സ്റ്റഡി നടത്തട്ടെ, അവരും ടോപ്പ് ടിയർ മാനേജേഴ്സും കേസ് സ്റ്റഡി നടത്തട്ടെ, എന്നിട്ട് താഴോട്ട് വരട്ടെ. അങ്ങനെയാണല്ലോ ഒരു ഓർഗനൈസേഷന്റെ പ്രോപ്പർ ലീഡർഷിപ്പ് വർക്കേണ്ടത്. ലീഡ് ബൈ എക്സാമ്പിൾ എന്നാണല്ലോ ഈ ഞങ്ങൾ പറച്ചില് മാത്രമേ ഉള്ളൂ. നാരായണമൂർത്തി പറഞ്ഞത്. എങ്കിലും താഴെയുള്ളവന് നഷ്ടം.
മുകളിലുള്ള 90 മണിക്കൂർ പണിയെടുത്ത് അവന് കമ്പനിയുടെ ഓഹരി മൊത്തം കിട്ടുന്നുണ്ട്. താഴെയുള്ളവന് അതുണ്ടോ? മറ്റേ സാലറി ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഇതിന് റെവല്യൂഷൻ ഇറങ്ങി തിരിഞ്ഞ പണിയെടുക്കുന്നവർ കൂടെ ഞങ്ങളുടെ തലക്കെട്ട് അടിക്കുകയുള്ളൂ. അത് വേറൊരു കാര്യം ജീവിക്കാനായിട്ട് വേറെ നിവൃത്തിയില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയേ നമ്മൾ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എംപ്ലോയ്മെന്റ്. ഞാനിപ്പം നമ്മളിപ്പോൾ കമ്പനിക്ക് വേണ്ടി ഹയർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഹയറബിലിറ്റി അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഇസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. അത് സ്കില്ലുള്ള കാര്യം, എംപ്ലോയബിലിറ്റി വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പോട്ടെ, ഇവിടുത്തെ എക്കോണമിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്ര ഇതെങ്കിലും കൊടുക്കണമല്ലോ. അത് കൊടുക്കണതിന്റെ അല്ല, ഈ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ഭയങ്കര ഡിഫിക്കൽട്ടി. പിന്നെ എനിക്ക് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സാലറി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല ചുമ്മാ നക്കാപ്പിറ്റേക്ക് എന്റെ ഹയർ ചെയ്തിട്ട് 10,000 രൂപ തരാം, വണ്ടി പെട്രോളൊക്കെ എന്നാ ചെലവാ മാസം മാസത്തിന് കമ്മ്യൂട്ട് തന്നെ ആവും. 107 രൂപ കമ്മ്യൂട്ട്, ഫുഡ്, പൈസ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ, ഇതിന് കയ്യിൽ കാശ് വേണ്ടേ. അപ്പൊ എല്ലാം നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സാലറി ഹയർ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ഇതേ സെയിം സിറ്റുവേഷൻ ആണ് വൺ പീസിൽ ടാക്സ് സിസ്റ്റം തന്നെ. പോട്ടെ, നമ്മുടെ ലുലൂസിയിൽ നടന്ന എന്താ, ഹെവി ടാക്സേഷൻ കൊണ്ടുവന്നിട്ട് ഈ തെൻട്രി ബീറ്റ് ഒന്ന് ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി അതിൽ നിന്നും എക്സ്ട്രാ സാധനങ്ങളൊക്കെ മേടിച്ച് നാട്ടുകാരെ റെവറി ആർക്കില്. അപ്പൊ അവിടെയാണ് റെവല്യൂഷണറീസ് വന്ന് സാധാരണ ആൾക്കാരെ റോയൽസിനെതിരെ തിരിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് പോയി. റോയൽസ് തിരിച്ചു വന്നപ്പോൾ കോമൺ ഫോക്ക് എല്ലാം മറ്റേ കയറി ഇവരെ പൂട്ടിയിട്ട് അങ്ങനെ എല്ലാം ചെയ്ത്. അപ്പോഴത്തേക്ക് ഞാനൊരു പുതിയ വെപ്പൺ ഉണ്ടാക്കി, അതെനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തായാലും ഇവന്മാർ കഴപ്പ് കാണിച്ചില്ലേ, ഇവന്മാരങ്ങ് തീർത്ത് കളയാന്നും പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഈ റെവറി എന്ന് പറയുന്ന സംഭവം തന്നെ ഉച്ചകോടികൾ ഇങ്ങനെ വിളിച്ച് പറയാം. അതെ, അത് ഇത് എത്ര പേര് കണ്ടിത് എത്ര പേര് മനസ്സിലാക്കും എന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റില്ലല്ലോ. ഒരു പരിധി വരെ എല്ലാരും നമ്മളെ ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നീയൊക്കെ എന്തും ആളാ പറയുന്നതെന്ന് ചോദിക്കാം. അനിമേഷൻ പറഞ്ഞാൽ നീ രാഷ്ട്രീയം പറയുന്നത് തന്ത്രം ചോദിക്കാം. ശരിക്കുള്ള കാര്യം തന്നെയാണ്. ഈ മറ്റേ ഉള്ള കാര്യത്തിന് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഞാൻ ജീവിക്കുന്ന സത്യമാണെന്നുള്ള വിശ്വസിക്കുന്ന വലിയ അർത്ഥമൊന്നും ഇല്ലെന്നാണ് ഞാൻ അല്ല. ഈ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം കണ്ണടച്ചാലും റിയാലിറ്റി ഈസ് ഗോണ ക്യാച്ച് അപ്പ് ടു യു. അറ്റ് വൺ ടേണിംഗ് പോയിന്റ് ഒരു മറ്റേ ട്രക്ക് ഉണ്ണിനെ പോലെ നിങ്ങൾക്ക് വേണ്ടി അത് കാത്തിരിക്കുന്നു. അടുത്തത് ഫാക്ഷൻ ഡൈനാമിക്സ് ഈ ഒരു വൺ പീസിനകത്തുള്ള. അതായത് ഇപ്പൊ നമ്മള് വേൾഡ് ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞ് ഇത്രയും വലിയൊരു 10 times ബിഗർ ദാൻ എർത്ത് ഒരു ഇത് കൊണ്ടുവന്നു. അതിൽ ഇത്രയധികം പല തരത്തിലുള്ള സീസണൽ ഉൾപ്പെടെയുള്ള ചേഞ്ചുകളുള്ള സ്ഥലങ്ങൾ കൊണ്ടുവന്നു. ഇതുപോലെ തന്നെയാണ് പല ഫാക്ഷൻസും. മറൈൻസ്, വാർലോഡ്സ്, യോങ്കോസ്. മറൈൻസ് തന്നെ പല ലെവൽസിലുള്ള അഡ്മിറൽസ്, വൈസ് അഡ്മിറൽസ്, അതിന് മുകളിലുള്ള ഒരു ഗൊറോസെ, ഇതെല്ലാം ലിമു, ഇങ്ങനെ മറ്റേ നമ്മളെ വേഴ്സ്റ്റ് ജനറേഷൻ. ഇപ്പൊ ഇത്രയും വലിയൊരു ഫാക്ഷൻ കൊണ്ടുവന്നിട്ട് ഈ ഫാക്ഷനെല്ലാം ഇമ്പോർട്ടൻസ്, അവരുടേതായ സ്ഥാനങ്ങൾ വൺ പീസ് എങ്ങനെ കൊടുത്തു എന്നുള്ളതിനാണ്. നല്ല രീതിയിലാണോ കൊടുത്തത് അല്ലെങ്കിൽ എങ്ങനെ കൊടുത്തു എന്നുള്ളത്. സോ വേഴ്സ്റ്റ് ജനറേഷൻ വരുന്നത് വരെ there was supposed to be a balance. ഒരു സൈഡിൽ മറൈൻസും മറൈൻസും ഷിച്ചിബുക്കായും വാർലോഡ്സും, അപ്പുറത്ത് യോങ്കോയും. അല്ല, വാർലോഡ്സ് ഒരേ സമയം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ പ്ലേ അല്ലേ, ഒരു പാലം അല്ലേ, അവരെ രണ്ടിനകത്ത് പെടുത്താൻ പറ്റൂ. അതായത് വാർലോഡ്സ് എന്ന് പറയുന്നത് അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈറേറ്റ് ചെയ്തോ, ചെയ്യണത് ബാക്കി പൈറേറ്റ്സിനെ ചെയ്താൽ മതി. പ്ലണ്ടർ ചെയ്യണത് ബാക്കിയുള്ള പൈറേറ്റ്സിനെ നിങ്ങൾക്ക് പ്ലണ്ടർ ചെയ്തോ, ഒരു കുഴപ്പമില്ല, നിങ്ങളെ അറസ്റ്റും ചെയ്യില്ല. യു ആർ ഫ്രീ ടു ഡു എനിത്തിങ് അണ്ടർ ഗവൺമെന്റ്സ് ബാനർ. ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ. കൺട്രോൾ ഇല്ലാത്ത ഡോഗുകളായിരുന്നു. ഫ്രീ കോൺട്രാക്ടേഴ്സ് എന്നുള്ളത്. നിങ്ങൾ ഈ പുതിയ പൊങ്ങി കഴപ്പ് കാണിച്ചു പറഞ്ഞമാരെ എല്ലാത്തിനും അങ്ങ് തീർത്തിട്ടോ. ബേസിക്കലി അതാണ് അവർ പറഞ്ഞത്. വാർലോഡ്സ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. റൂക്കീസ് ആയിട്ട് കയറി വരുന്ന എല്ലാം തന്നെ ഗ്രാൻഡ് ലൈനിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് തീർത്തോളെ. ഇവൻ ആദ്യം ചെയ്യുന്ന എന്തുവാ ഈ പറഞ്ഞ നമ്മുടെ ഡ്രാക്കുൾ മിഹോക്ക് ഓട്ടിച്ചിട്ട് പൊട്ടിക്കുകയാണ്. അവൻ ഗ്രാൻഡ് ലൈനിൽ നിന്ന് പുറത്തു വന്ന്
ഈസ്റ്റ് ബ്ലൂ വന്ന് അടിച്ചിട്ട് പോയി. ഗ്രാൻഡ് ലൈൻ അകത്തിട്ട് പോലും പൊട്ടിക്കല്ല, ഗ്രാൻഡ് ലൈൻ ഒളിച്ചോടി രക്ഷോട്ട് വന്നവന്മാരെ പുറകെ വന്ന് അടിച്ചിട്ട്. ഈ ഷിച്ചുബുക്കായ് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഇവരെ എല്ലാരും പിടിക്കാനായിട്ട് വരുന്നേ, വാർലോഡ്സിനെ എല്ലാം പിടിക്കാനായിട്ട് വരുന്നേ. അന്നേരം മീഹോക്കിന്റെ ഒരു ഒരു സീനുണ്ട്, കൊറേ നാളായി മേലനിക്ക് ഒന്ന് പണിയെടുത്ത് എന്ന് പറഞ്ഞോണ്ട് അത് സീനാ. മറ്റേ ഇതിനു മുമ്പ് എനിക്കൊരു പേരുണ്ടായിരുന്നു, മറൈൻ കില്ലർ. നീ ഒന്ന് ആലോചിച്ചു, ഒരു സാധാരണക്കാരനായ മറീൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ ഒക്കെ മുമ്പിൽ പെട്ടു വെക്കാന്നൊക്കെ പറഞ്ഞ ആ ഫാക്ഷൻ മൊത്തത്തില് മാസാണ്. ആ ഫാക്ഷൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറീൻസ് എന്ന് പറയുന്നത് പൈററ്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പവർലെസ് ഒരു സിറ്റുവേഷനിലാണെന്ന് ഞാൻ പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറൊരു ടീം കൂടി വന്നിട്ടുണ്ട്, നമ്മുടെ ബഗ്ഗിയുടെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ട്രംപ് കാർഡ്സ്. എടാ അത് ആലോചിച്ചേക്കെ, ഒരു സൈഡില് ക്രോക്കഡൈല്, മറു സൈഡില് മിഹോക്ക്, പിന്നെ ലക്കിന്റെ അങ്ങേറ്റമുള്ള ബഗ്ഗി. അതായത് ആളെ കൂട്ടാൻ ബഗ്ഗിക്കുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന് ആളെ കൂട്ടാൻ കഴിവുള്ളത് ബേസിക്കലി വൺ പീസിൽ രണ്ടാൾക്കാരാണ്, ഉസപ്പിനും അല്ലല്ല ലൂഫിയും ബഗ്ഗി. ഉസപ്പിനെ ഞാൻ പറയും, ഉസോപ്പിനുണ്ട് ഇല്ലാന്ന് പറയാം. 5000 പേരെ അളിയനാണ് ഒന്നിച്ച് കൂട്ടിയത്. അതുള്ള കരിസ്മ ഇൻ ദ സെൻസ് പ്രോപ്പർ കരിസ്മ എന്ന് പറഞ്ഞ മിഹോക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. മറൈൻഫോർഡ് വാറില് മറ്റേ കട്ട ഫൈറ്റ് നടക്കുമ്പോഴത്തേക്ക് മിഹോക്ക് അവിടെ നിന്ന് മറ്റേ അനാലിസിസ് ആണ്. ഓക്കെ ഇങ്ങനെ കാണിച്ച് ഇവന് വലിയ ശക്തിയും കോപ്പൊന്നുമില്ല, ഇവനെ കൊണ്ട് വലിയ ആരോഗ്യമില്ല, ഒന്നുമില്ല. പക്ഷെ ഇവന് പോണടത്തല്ല ആൾക്കാരെ മറ്റേ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശക്തിയുണ്ട്. ഈ ലോകത്ത് ഏറ്റവും പേടിക്കേണ്ട ശക്തി അതുമാണ്. ഊസോപ്പിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി. ഊസോപ്പിന്റെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് ഭയങ്കര കുറച്ച് പേര് ഇങ്ങനെ പറയുന്നുണ്ട് മേ ബി ദാറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഒബ്സർവേഷൻ ഹാക്കി. പോസിബിളി അല്ല, അത് ആക്ച്വലി ഒബ്സർവേഷൻ ആക്കിയല്ല, സ്കില്ലാണ്, ഒരു ഇതാണ്, ഒരു നുണയന്റെ കഴിവാന്നേ ഞാൻ പറയുള്ളൂ. ഒബ്സർവേഷൻ ആക്കില്ല, ഒരു നുണയന്റെ കഴിവ്, ഒരു ഹോട്ടേക്ക് ആയിട്ട് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസോപ്പ് പറഞ്ഞ എല്ലാം നടന്നിട്ടുണ്ട്. പറഞ്ഞ് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ സ്കൈപ്പി ആർക്കിൽ ഒരു പെണ്ണിനെ കാണിക്കുന്നില്ലേ, അവർക്ക് ആൾക്കാരുടെ മൈൻഡുകൾ, പലയിടത്തുള്ള ആൾക്കാരുടെ മൈൻഡുകളെല്ലാം പറയാൻ പറ്റുന്നുണ്ട്. ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൈവേഴ്സിറ്റി വരുന്ന സാധനം. ആ ഡൈവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ഒന്നാണെങ്കിൽ ഇവന് ഈ പറഞ്ഞ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവനെ അറിയാവുന്നത്, ഇവനുള്ള കഥ പറയും. ഉസോപ്പിന്റെ മനസ്സിൽ കഥ തോന്നുന്നു, ഉസോപ്പ് പറയും. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവന്റെ കഴിവിലുള്ളതാണോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ, അറിയാൻ പറ്റത്തില്ല. കാരണം മാനിഫെസ്റ്റേഷൻസ് ആണ് ഇനി അങ്ങോട്ട് അളിയന്റെ ഒരു കഴിവായിട്ട് പറയാൻ പോകുന്നത്. കാരണം ലൂഫിക്ക് മറ്റേ ആവശ്യമൊക്കെ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിഞ്ഞൂടായിരുന്നു. ലൂഫി മറ്റേ എന്ത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം ആവശ്യക്കിന്റെ ഇത് വന്നപ്പോഴത്തേക്ക്. ബാക്കി എല്ലാരും മറ്റേ കണ്ട് വിറച്ച് നിൽക്കുന്നു ആവശ്യക്ക് എന്നും പറഞ്ഞിട്ട്, ഇവൻ മറ്റേ ഒന്നും ഇല്ലാത്തതുപോലെ നിൽക്കുന്നു. അത് പെട്ടെന്നൊരു ദിവസം ഉസപ്പ് വെറും ഒബ്സർവേഷൻ ആക്കിയല്ല, അഡ്വാൻസ് ഒബ്സർവേഷൻ ആക്കിയാണ് ഫസ്റ്റിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതെ, സോ അല്ല അത് അങ്ങനത്തെ സീനും ആയിരുന്നല്ലോ, അത്രയും പ്രഷറിൽ നിൽക്കുന്ന സീനിലാണ്. അത് മാത്രം പറ്റത്തോളം ഇവിടെ. അല്ല ആ ഒരു ആർക്കിലെ MVP ഉസോപ്പ് ഇല്ലായിരുന്നെങ്കിൽ വൺ പീസ് അവിടെ തീരുക. അതാ ഉസോപ്പിന് കിട്ടണ എല്ലാരും എപ്പോഴും പറയുന്നൊരു സാധനമാണ്, അൺബീറ്റബിൾ വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് ഉസോപ്പിന് കിട്ടുന്നത്. അതെല്ലാം മറ്റേ പുല്ല് പോലെ ഇടിച്ചിട്ടിട്ട് ഉസോപ്പ് നിൽക്കും. ബാക്കി എങ്ങനെയെങ്കിലും ഡിഫീറ്റ് ചെയ്യും. പെറോണയും ഷുഗറും അതിന്റെ രണ്ടിന്റെയും പവർ എന്ന് പറഞ്ഞാൽ ഇപ്പം വൈറ്റ് ബിയർഡ് പോയി നിന്നാ അവരെ മൂഞ്ചി പോകുന്നുള്ള സാധനമാണ് ഈ രണ്ടെണ്ണത്തിന്റെയും പവർ. കാരണം ഒരാൾക്ക് വില്ല് നശിപ്പിക്കുകയാണ്, ഒരാളുടെ ഫൈറ്റ് ചെയ്യാനുള്ള സോറോ വില്ലുള്ളവനോട് അവനെയാണ് അവിടെ ഡിപ്രസ്ഡ് അടിപ്പിച്ചിരിക്കുന്നത്. ഐ ആം ഓൾറെഡി ഡിപ്രസ്ഡ്, ഐ ആം ഫുൾ ടൈം നെഗറ്റീവ്, എന്നിട്ട് അവളെ ഡിഫീറ്റ് ചെയ്തതാണ് കോമഡി. 10,000 പൗണ്ട് ഹാമർ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അടിക്കുമ്പോഴത്തേക്ക് അത് നോക്കണം. അവളെ ട്രോമറ്റൈസ് ചെയ്തത് എങ്ങനെ, പാറ്റേനെ വിട്ടിട്ട്. അല്ലെ ഫാക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നിന്റെ അങ്ങനെയാണ്. ഇനി ഈ പറഞ്ഞ ഈ ഒരു ഫാക്ഷൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ബാലൻസ് തെറ്റിയിരിക്കുകയാണ്. ആ ബാലൻസ് തെറ്റിയിരിക്കുകയാണ്, ബാലൻസ് നന്നായിട്ട് തെറ്റി. അത് ലൂഫിയുടെ അതായത് വേഴ്സ്റ്റ് ജനറേഷൻ, ലൂഫിയുടെ മാത്രമല്ല വേഴ്സ്റ്റ് ജനറേഷന്റെ വരവോട് കൂടെ പവർ ബാലൻസ് ഭയങ്കരമായിട്ട് പോയി. ഫൈനൽ വാർ എന്തായാലും ഫൈനൽ വാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാർ അപ്പോഴും വൺ സൈഡഡ് ആയിരിക്കും.
അവിടെ ആ വോറിൽ നടക്കാൻ പോണത് ലൂഫിയുടെ അലയൻസസ് എന്ന് പറയണതിൽ മിക്കതും ഇപ്പോഴും മറ്റേ ഗവൺമെന്റ് സൈഡിലുള്ള ആൾക്കാരാണ്. പക്ഷെ അതായത് ഇപ്പോൾ നമ്മുടെ അലബാസ്ത കിങ്ഡം അവരൊക്കെ ഇപ്പോഴും വേൾഡ് ഗവൺമെന്റ് ആയിട്ട് അസോസിയേറ്റഡ് ആണല്ലോ. പിന്നെ നമ്മുടെ ഡ്രസ്റോസ അലബാസ്ത കിങ്ഡം ഇപ്പൊ അസോസിയേറ്റഡ് ആണോ? ഇപ്പോഴത്തെ അല്ല, ഐ മീൻ ടെക്നിക്കലി ദേ ആർ സ്റ്റിൽ അസോസിയേറ്റഡ് വിത്ത് വേൾഡ് ഗവൺമെന്റ്. സോ ഈസ് ഡ്രസ്റോസ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ലൂഫി പോയിട്ടുള്ളതിലെല്ലായിടത്തും ലൂഫി അവരെല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ. സോ ദേ ഓ ലൂഫി. ഇപ്പൊ ലോകത്തിന്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ വേൾഡിന്റെ ആ വൺ പീസ് വേൾഡിന്റെ റിയാലിറ്റി ട്രൂത്ത് എന്താണെന്നുള്ളത് പലതും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ സമയത്ത് മറ്റേ നമ്മുടെ അലബാസ്ത ഇങ്ങേർക്ക് പറ്റിയ കാര്യം എന്താണെന്നുള്ള സത്യാവസ്ഥ പുറത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും? ഇമൂന്റെ എക്സിസ്റ്റൻസ് പെട്ടെന്ന് പുറത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും? അതല്ല നീ പറഞ്ഞില്ലേ വാർ വൺ സൈഡ് ആയിരിക്കും എന്നുള്ളത്. വാർ ഒരിക്കലും വൺ സൈഡ് ആവത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് A വേഴ്സസ് B പരിപാടിയല്ല. ഇതിന് ഇഷ്ടംപോലെ മറ്റേ ഇൻഡിപെൻഡന്റ് പ്ലേയേഴ്സ് ഉണ്ട്, ഗ്രൂപ്പ് പ്ലേയേഴ്സ് ഉണ്ട്, ഇതിന്റെ ഇടയിൽ അണ്ടർഗ്രൗണ്ട് ടീംസ് ഉണ്ട്. ഇപ്പൊ ഒരു വാറെന്ന് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ബെനിഫിറ്റ്സും ഉണ്ടാവും, ലോസസും ഉണ്ടാവും. ഈ ബെനിഫിറ്റ്സ് പറഞ്ഞ ആൾക്കാരൊക്കെ കൈയെടുക്കും, ഈ ലോസ് പറഞ്ഞ ആൾക്കാരൊക്കെ മറ്റേ ഉൾട്ടടിക്കും. അവസാനം 2 വാർ നടക്കും. എൻ്റെ ഇതാണ് കാരണം ആദ്യത്തേത് ഒരു ഗ്രാൻഡ് അലയൻസ് പോലെ എവരിബഡി വേഴ്സസ് ടീം ഇമു. അത് കഴിഞ്ഞ ഉടനെ സ്പ്ലിറ്റ് ആവും. അവിടെയാണ് ബ്ലാക്ക് ബിയർഡിന്റെ കുണം വരുന്നത്. ബ്ലാക്ക് ബിയർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ അവിടെ ഉണ്ടാവും. അമ്മൻ ഒരു മറ്റേ ഹൈന പോലെയാണ്. എല്ലാരും വീഴാറാകുമ്പോഴേ എൻട്രി ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു വാറിൽ നോക്കിയോ, ആദ്യം കട്ടയ്ക്ക് മറ്റേ കൂടെ നിൽക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ ലൂഫി ടെമ്പററി അലയൻസസിന് എപ്പോഴും ഓക്കെയാണ്. അതുകൊണ്ട് ലൂഫിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവിടെ ഭയങ്കര എളുപ്പമാണ്. അതാണ് ലൂഫി. ചുമ്മാ നിന്നിട്ട് മറ്റേ ക്രോക്കഡൈലിന്റെ കൂടെ അലയൻസസിന് ഓക്കെ പറഞ്ഞതുമാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരു വാർ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ബ്ലാക്ക് ബിയർഡുമായിട്ട് എന്തായാലും എത്ര വെറുപ്പുണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് ടെമ്പററി ആയിട്ട് കൈ കൊടുക്കേണ്ടി വരും. എന്തായാലും അത് കൈ കൊടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അല്ല, അവിടെ സിറ്റുവേഷൻ പറഞ്ഞാലേ ഇമുവിന് ബ്ലാക്ക് ബിയർഡിനെ കണ്ടുകൂടാ. ബ്ലാക്ക് ബിയർഡ് മറ്റേ മറീൻസിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത ആളാണ്, നന്നായിട്ട് അടിച്ചു കൊടുത്ത ആളാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വാർലോഡ് ആയത് വരെ ഇമൂന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വാർലോഡ് യോങ്കോ ആയത് വരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ബ്ലാക്ക് ബിയർഡ് ഒരിക്കലും ഇമൂന്റെ സൈഡിലോട്ട് പോകൂല. ഇപ്പം ഇവിടെ ഇപ്പോഴും മറ്റേ അൺനോൺ പ്ലേയേഴ്സ് ഉണ്ട്, നമ്മുടെ നൈറ്റ്സ്, മറ്റേ ഹോളി നൈറ്റ്സ് ഉണ്ട്. മറ്റേ ഷാങ്സിന്റെ എവിടെ വരും? അത് ഭയങ്കര പാരിറ്റി കേസാ ഷാങ്സ്. ഷാങ്സിന്റെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് പ്ലേയേഴ്സ് ഉണ്ട്, മറ്റേ വളരെ വേരിയബിൾസ് ഉണ്ട്. ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളിപ്പം നിൽക്കുന്ന ഒരു ഇതെന്ന് ഷാങ്സിന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട് എന്നുള്ളൊരു സിനാരിയോയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അല്ല, അത് ഇപ്പൊ ഒരു സംശയാസ്പദമായ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ട്വിൻ ആണോ അതോ ക്ലോൺ ആണോ എന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇത് ഇനിയിപ്പോ വരുന്ന അയ്യോ 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 അല്ല, അത് കുഴപ്പമില്ല, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അപ്പൊ ഷാങ്സ് ശരിക്കും എന്താണ്, അവന്റെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ആരാണ് ഷാങ്സ് എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. അതെ, ആരാണ്, എന്താണ്, അതെ, എന്തിനാണ്, വാട്ട് ഹൂ വൈ വൈ വെൻ സീനായിരിക്കും എന്തായാലും. നെക്സ്റ്റ് പോയിന്റ്. ഇവൻ പറഞ്ഞ പോലെ ലുഫിയും ബ്ലാക്ക് ബിയർഡും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള എന്നാന്നറിയോ, ഒരേ ലക്ഷ്യത്തിലോട്ട് നീങ്ങുന്ന അതായത് രണ്ട് മാർഗം സ്വീകരിച്ച ആൾക്കാർ. ഇന്ത്യൻ അങ്ങനെ ഞാൻ പറഞ്ഞാണെങ്കിലും അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീംസ് ഹി വാണ്ട് ടു റൂൾ എവരിത്തിങ്. അതെ, ആരാ? ബ്ലാക്ക് ബിയർഡ്. പക്ഷേ ആരുടെയും അണ്ടറിൽ ആരും റൂൾ ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ലൂഫിയുടേത്.
രണ്ടുപേർക്കുള്ള ഡ്രീം പൈറേറ്റ് കിങ് ആണ്. പക്ഷെ രണ്ടുപേരെ ഡെഫിനേഷൻ ഓഫ് പൈറേറ്റ് കിങ് രണ്ടാണ്. ഒരാൾക്ക് ഫ്രീഡം ടു ഡു വാട്ട് എവർ ദേ വാണ്ട് ടു ഡു. ഒരാൾക്ക് ദ പവർ. റെയിലി പറഞ്ഞത് വിൽ യു ബി ഏബിൾ ടു റൂൾ എവരിതിങ്. അതാണ്. പക്ഷെ ബ്ലാക്ക് ബിയർഡിന്റെ അടുത്താണ് അത് ചോദിക്കണമെങ്കിൽ ഐ വിൽ കോൺകർ എവരിവൺ ആൻഡ് ഐ വിൽ റൂൾ എവരിതിങ്. അതായത് വിൽ ഓഫ് ജോയ് ബോയ് ആൻഡ് ദ വിൽ ഓഫ് സെബക്. പക്ഷെ രണ്ട് ജനറേഷനിലെ ആൾക്കാർ അതുകൊണ്ട്. അല്ല, ഇപ്പം സൺഗോഡിന്റെ വില്ലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോയ് ബോയ് ഫോളോ ചെയ്തത്. ആ ജോയ് ബോയുടെയും സൺഗോഡിന്റെയും വില്ലാണ് ഇപ്പൊ ലൂഫി ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം സെബക്കിന് ഇതേപോലെ ഏതെങ്കിലും ഒരു വില്ല്. സെബക്കിന്റെ വില്ലായിരിക്കണം ഇപ്പം. അല്ല, സെബക്കിനെയും ബ്ലാക്ക് ബിയർഡിനും മുമ്പ് ഇങ്ങനെ ഒരു ഗോഡ് മോഡ് കാണണം. അപ്പം ഗോഡ് ആയിട്ടുള്ള ഒരാള്. പക്ഷേ ഡാർക്കിൽ എപ്പോഴും കാണിച്ചോണ്ടിരിക്കുന്ന ഇമൂനെ, ദ വൺ ഇൻ ദ ഡാർക്ക്. അതും ബ്ലാക്ക് ബിയർഡിന്റെ ഫ്രൂട്ട് യാമീനും അതൊരു പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ. എനിക്കും അങ്ങനെയായിരുന്നു ഒരേ സ്വപ്നത്തില്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇന്നാൻ ഞാങ് എടുക്കുമ്പോഴത്തേക്കും ഇന്നാൻ ഞാങ്കിൽ കോൾഡ്, ഡാർക്ക് ഇതൊക്കെ വരുന്നത് ഇന്നിലാണ്. യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്, സൺ, അതെല്ലാം അവിടെ വരുന്നത്. അതേപോലെ തന്നെ കവേർഡ്നെസ്, അതേപോലെ ഷെയ്ഡി വർക്ക്, ഇതെല്ലാം വരുന്നത് ഇന്നിനകത്ത. കറേജ് ഇതെല്ലാം വരുന്നത് ഇവിടാണ്. അതായത് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇന്നാൻ ഞാങ്ങിന്റെ രണ്ട് പോർഷൻസ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇതുവരെ പൊട്ടർ ചെയ്തേക്കുന്നത്. കാരണം ഈ കവേർഡ്നെസിന്റെ അങ്ങേറ്റമാണ് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ബീഡ് എന്ന് പറയുന്നത്. ഹൈന കളിക്കുന്ന ആളാണ്. അവിടെയാണ് ഞാൻ പറയണത്, ഇമൂനെതിരെ ലൂഫിക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് കളിക്കാൻ അറിയത്തില്ല. ഇമൂനെതിരെ പ്ലേ ചെയ്യണമെങ്കിൽ ഇന്നും യാങ് ഒരുമിച്ച് വന്നിട്ടേ കാര്യമുള്ളൂ. അതാണ് പറഞ്ഞത്, അവിടെ ഒരു അലയൻസിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് എന്റെ ഒരു തിയറി മാത്രമാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഒത്തുസുക്കിയായി മാറും ഇമു. അങ്ങനെയാണല്ലോ, രണ്ട് ഇന്നാൻ ഞാൻ കൂടി ചേർന്നിട്ടാണല്ലോ അവളെ സീൽ ചെയ്യുന്നത്. ബേസിക്കലി ഇത് തന്നെയാണ്. അതായത് ഇമ്പൽ ടൗണും മറീൻ ഫോർഡും നടന്നില്ലേ, അതേപോലെ രണ്ട് സാധനങ്ങൾ നടക്കും. രണ്ട് ആർക്ക് വരുന്നു. രണ്ട് ആർക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഓൾറെഡി തന്നെ. കാരണം ഈ പറഞ്ഞ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞതിന് ശേഷം, വൺ പീസ് എന്തൊന്നും കണ്ടുപിടിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഇത് രണ്ടായിട്ട് പൊട്ടിക്കണം. ഏതാ റെഡ് ലൈൻ പൊട്ടിക്കണം. എങ്കിൽ മാത്രമേ ഓൾ ബ്ലൂഡ് ഉണ്ടാവുന്നുള്ളൂ. എങ്കിൽ മാത്രമേ അവിടെ അവസാനത്തെ ഫൈറ്റ് നടക്കുന്നുള്ളൂ. ഓൾ ബ്ലൂ ഉണ്ടായാലല്ലേ സാഞ്ചിയുടെ ഇത് കംപ്ലീറ്റ് എല്ലാം വരണം. പ്ലൂട്ടോ വരണം, പിന്നെ മറ്റേ യുറാനസ് വരണം. ഇതെല്ലാം ഒരു സൈഡിലേക്ക് വരണം. ഇതിന്റെ എല്ലാം പ്ലാൻസ് ഇപ്പൊ ആക്ച്വലി ലൂഫിയുടെ കൂടെ. അത് മാത്രമല്ല, ഇതിനെല്ലാം വഴി തെളിച്ചോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബിയർഡും ആണ്. ഇവളെ ഓൾറെഡി പിടിച്ചോണ്ട് വന്ന് ആരെയാ, മറ്റേ ആ 3 കണ്ണുള്ള പെണ്ണിനെ പുഡിങ് ഓൾറെഡി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവളെ നോക്കി വെച്ചിട്ടുണ്ട് ആരെയാ, വിവി, മറ്റേ ഇവന്റെ കൂടെ, മറ്റേ പത്രക്കാരന്റെ കൂടെ, മറന്നുപോയ പേരൊക്കെ. അതേപോലെ മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ യുറാനസ് അല്ല, യുറാനസ് നെപ്റ്റ്യൂൺ, മറ്റേ നെപ്റ്റ്യൂൺ പെണ്ണ് നെപ്റ്റ്യൂണല്ല, പൊസൈഡനെ അവളെ നോക്കി വെച്ചിട്ടുണ്ട്, സ്കെച്ച് ചെയ്ത് വെച്ചേക്കണ മറ്റേ അവൻ ചെന്ന് ബ്ലാക്ക് ബിയർഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. സോ ബ്ലാക്ക് ബിയർഡ്, അതായത് ഇത്ര നാള് ലൂഫിയുടെ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടോ ഒറ്റ അടിക്കാണ് ബ്ലാക്ക് ബിയർഡിന് ഈ ഇൻഫർമേഷൻ എല്ലാം കിട്ടണത്. മറ്റേ ഇവൻ കാരണം അതില് മറ്റേ കരിബു അതല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ബ്ലാക്ക് ബിയർഡിന്റെ അടുത്ത് പറയണം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള സെറ്റപ്പില് മറ്റേ ലെവൽത്ത് പറയുന്നത്. അവളെ പേര് കാതറീനെ അടുത്ത് പറയുന്നത്. പത്രക്കാരൻ മാസാണ്. പക്ഷെ അയാളുടെ പോർട്രേയിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വേൾഡിന്റെ ഇതിൽ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. മീഡിയ ഫേക്ക് ന്യൂസ് ഇടും. അയാൾ അത് കളിച്ചോണ്ട് തന്നെ ഇടുന്നതാണ് പല കാര്യങ്ങളും. ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്, വിവിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആർക്ക് വേണം നിന്റെയൊക്കെ റൈറ്റ് ന്യൂസ്, ശരിയായ ന്യൂസ് ആർക്കാ വേണ്ടുള്ളത്? എല്ലാവർക്കും വേണ്ടുള്ളത് ഏറ്റവും കൂടുതൽ മറ്റേ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണ് എല്ലാവർക്കും വേണ്ടുള്ളത്. Nobody needs the right news. ഒറ്റ ഡയലോഗിൽ ഞാൻ അന്ന് സ്റ്റോറി ഇടാം, ഫോട്ടോ ഒന്നും കിടപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. വിവിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിവി ഇവന്റെ അടുത്ത് പറയും, ലൂഫി അങ്ങനെ ചെയ്യത്തില്ല, ലൂഫി എനിക്ക് അറിയാവുന്ന ലൂഫി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണം നിന്റെ ശരിയായ ന്യൂസ്? എല്ലാവർക്കും വേണ്ടത് ഹെഡ്ലൈൻസ് ആണ്. ചെയ്യുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഇവിടെ എല്ലാ മീഡിയസും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോഴല്ലേ മീഡിയസ്
കാലങ്ങളായിട്ടുണ്ട്. അതന്നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. മോർഗൻ ഇസ് ലൈക്ക് ബേസിക്കലി ഡിസ്പ്ലേയിങ് എവരി മീഡിയ. അതായത് ചിലപ്പോൾ പലത് ഇൻഡിവിജ്വൽ ക്യാരക്ടറിനായിരിക്കും കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സെലക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ആയിരിക്കാം. അങ്ങനെ ഒരു സാധനം കൊണ്ടുണ്ട് വൺ പീസ് വേൾഡിൽ. ഇപ്പോൾ ഡോഫ്ലാമിംഗോ ഒരൊറ്റ ഒരാളായിട്ടായിരിക്കും മറ്റേ അണ്ടർഗ്രൗണ്ട് ട്രേഡർ മറ്റേ വെപ്പൺസിൻ്റെത് ഇതെല്ലാം കാണിക്കണം. പക്ഷെ ഇതെല്ലാം പല പല ആൾക്കാരാണ് ഇൻ റിയൽ ലൈഫ്. അല്ല, അതൊരു ഓർഗനൈസേഷൻ. ജോക്കർ എന്ന ഓർഗനൈസേഷൻ ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലായിരുന്നല്ലോ. ഡൂയിങ് ദ ഡർട്ടി വർക്ക് ഫോർ ദ യോങ്കോ. അതെ, ഫോർ നോട്ട് ജസ്റ്റ് യോങ്കോ, ഫോർ എവരിവൺ. അതെ, യോങ്കോയ്ക്ക് വേണ്ടിയാണല്ലോ സ്മൈലിന്റെ ഫ്രൂട്ടിന്റെ പരിപാടി തുടങ്ങുന്നത്. പക്ഷേ ഇതേ ആള് തന്നെയാണ് വെപ്പൺസ് ഉണ്ടാക്കിയിട്ട് ഒരേ സമയത്ത് അല്ല, അത് എല്ലായിടത്തും പറയുന്നൊരു സംഭവമാണല്ലോ. അതെ, ലാഭം, പൈസ എന്നുള്ളതിന്റെ മുമ്പിൽ മോറൽസും എത്തിക്സും ഒന്നുമല്ല എന്നുള്ളത് വർഷങ്ങളായിട്ട് ഭൂമിയിൽ. അതെ, അതിന് അതീതരാവാത്ത വ്യക്തികളുണ്ട്, അതിന്റെ മുമ്പിൽ കണ്ണ് മഞ്ഞളിക്കുന്നവരുണ്ട്. രണ്ടു വശമുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ എവറിത്തിങ് ഹാസ് എ പ്രൈസ്, ഐദർ യുവർ ലൈഫ് ഓർ ഇറ്റ്സ് മണി. അതേപോലെ തന്നെ ഇപ്പൊ വൺ പീസിന്റെ ആനിമേ അല്ല സീരീസ് ലൈവ് ആക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈവ് ആക്ഷൻ എവിടം വരെ പോകാൻ പറ്റുമെന്നാണ് ഒരു പ്രതീക്ഷ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് വൺ പീസ് ഇത്രയും വലിയ ഹ്യൂജ് സ്കെയിലാണ് വൺ പീസിൻ്റെ വേൾഡ് ബിൽഡിങ് ആയിക്കോട്ടെ, അതൊരു ആനിമേറ്റ് ചെയ്യണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഒരു VFX വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി കോംപ്ലക്സിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ആയിക്കോട്ടെ, അപ്പോൾ എത്രത്തോളം ഹഡിലാണ് ഒരു വൺ പീസ്. എനിക്ക് തോന്നുന്നത് ഏത് രീതിയിലാണ് പോകാൻ പോകുന്നതെന്ന് അറിയാമോ? മറ്റേ നെറ്റ്ഫ്ലിക്സിൽ ഒരു പുതിയ സ്റ്റുഡിയോ ചെയ്യുന്നില്ലേ, ഷോർട്ടൻ ചെയ്തിട്ട് സ്റ്റുഡിയോ ചെയ്യുന്നത്, ആ സ്കീമിലായിരിക്കും മിക്കവാറും ലൈവ് ആക്ഷൻ പോകുന്നത്. ബിക്കോസ് അതർവൈസ് മറ്റേ സ്ട്രേഞ്ചർ തിങ്സിലെ പിള്ളേരുടെ അവസ്ഥയായി പോകും, എല്ലാവർക്കും പ്രായമാകും. ബിക്കോസ് ഓരോ സീസൺ കഴിയും തോറും കഥാപാത്രങ്ങൾക്ക് പ്രായം, ഇൻ ദ സെൻസ് ആനിമയിൽ ഇപ്പോഴും ലൂഫിക്ക് എങ്ങാണ്ട് 21 വയസ്സെങ്ങാണ്ട് ട്രാവൽ തുടങ്ങിയിട്ട്. അതേസമയം എനിക്ക് ഇപ്പോഴത്തെ കാസ്റ്റിന്റെ ഒന്നും ഏജ് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഐ തിങ്ക് ബിഗ് സ്റ്റുഡിയോ കണ്ടു കാള പോലെ വളരും. അതെ, വേറൊരു കാര്യമുണ്ട്, ഈ ഹൈപ്പ് ഇത് പ്ലാറ്റ് ആവണത് വൺ പീസിന്റെ റിവീലിലാണ്. മാങ്ക റിവീലില് ഒരടി അടിക്കും, സ്പോയിലർ വരും. പിന്നെ അനിമേ റിവീലില് അടുത്തൊരടി. അല്ല, അത് അനിമേയും ബാധിക്കും, അത് അനിമേയും ബാധിക്കും, ഈ പറഞ്ഞ ലൈവ് ആക്ഷനെ ബാധിക്കും. അവിടെ ഞാൻ പറഞ്ഞൊരു ഇതുണ്ട്, ഇപ്പോഴും ലൈവ് ആക്ഷൻ മാത്രം കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ആനിമയും മാങ്കയും തൊടാത്ത ആൾക്കാർ. ഈ സ്പോയിലർ അല്ലേ ഇത്രയും പോപ്പുലർ ആണ്, ഗ്ലോബൽ ആയിരിക്കും മോനെ, എല്ലായിടത്തും. ജപ്പാനിൽ എന്ന് എയർ ചെയ്യുന്നു അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ്, ഇൻസ്റ്റാ, ട്വിറ്റർ എന്തൊക്കെ ഉണ്ടാവില്ല. എന്തിനേറെ പറയുന്നത്, ഇപ്പൊ ഒരു 3-4 ഇപ്പം പുള്ളി ഇറക്കി വിട്ടായിരുന്നു, 3 ഫോർഷാഡോവിന്റെ അർത്ഥങ്ങൾ മൊത്തം ഈ ഇപ്പൊ റീസെന്റ് ചാപ്റ്ററുകളിൽ അത് മൊത്തം അവിടെ ഇവിടെ എല്ലാം കിടന്നോടെയാണ്. ഇനി മറ്റേ മാങ്ക എപ്പിസോഡ് അങ്ങനെ പോയില്ലെങ്കിൽ വൺ പീസിന്റെ ഉൾട്ട അടിച്ചത് വീഴലങ്ങ് വീഴും. അത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം വോയിസ് ആക്ടേഴ്സിനെല്ലാം പ്രായമായി, ഫ്രാങ്കിയുടെ വോയിസ് ആക്ടർ റിട്ടയർ ചെയ്തു. അപ്പൊ അതിൻ്റെതായ ടെൻഷൻ ഓടക്കുണ്ട്. പുള്ളിയും അതിനനുസരിച്ച് ഇപ്പം മാങ്ക എല്ലാം ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഒരുപാട് ഇഷ്യൂ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് പറഞ്ഞപ്പോഴാ നമ്മള് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്ന 60 വയസ്സൊക്കെ ആവുന്നു. മറ്റേ മയൂമി തനാമയ്ക്ക് 70 അടിച്ചു. അതാ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരി ആ റേഞ്ച് എങ്ങാണ്ട് 70 പുള്ളിക്കാരിയും ഡ്രാഗൺ ബോൾ സിയുടെ നമ്മുടെ വോയിസ് ആക്ടറും തമ്മിൽ വലിയ ഏജ് വ്യത്യാസമൊന്നും ഇല്ല. 10 വയസ്സിന് വ്യത്യാസം. അവരുടെ സീനിയർ ആയിരുന്നു മറ്റേ ഡ്രാഗൺ ബോളിന്റെ. പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പറ്റിയ നെറൂട്ടോന്റെ വോയിസ് ആക്ടർ ടേക്ക് ഓവർ ചെയ്യണമെന്നാണ് മയൂമി തനാക്ക് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ളത്. എനിക്ക് അതിന്റെ വാസ്തവം എത്രയെന്ന് അറിയത്തില്ല. അല്ല, അത് സാബോന്റെ കുട്ടിക്കാലത്തെ വോയിസ് പുള്ളിക്കാരി ആയിരിക്കുന്നത്, നെറൂട്ടോന്റെ വോയിസ് ആക്ടർ ആയിരിക്കുന്നത്. അല്ല പറ്റും, അല്ല സമയം എടുക്കും. പക്ഷെ അല്ല മെയിൻ സംഭവം അല്ല, പുള്ളിക്കാരിക്കൊന്നും പറ്റാതിരിക്കട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. അതെ, എങ്ങനെയൊക്കെ പോട്ടെ. അല്ല, പുള്ളിക്കാരി നേരത്തെ റിട്ടയർ ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് റിട്ടയർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയോ ചെയ്ത് കഴിഞ്ഞാൽ
ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യും, അവരെ നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിപാടാണ്. ആണാണ്. അത് നമ്മൾ ശീലിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറുകയെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ചിന്തിക്കുമ്പം ഇപ്പോഴല്ല, നമ്മൾ രണ്ടാമത് ആനിമെ ആദ്യം മുതൽ കാണുമ്പോൾ വൺ പീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഡ്രാക്കുൾ മിഹോക്ക്, ജിംബെ ഉൾപ്പെടെയുള്ള പല വോയിസ് ആക്ടേഴ്സും മാറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ജിംബയുടെ വോയിസ് ആക്ടർ മൂന്നോ നാലോ ഡ്രാക്കുൾ മിഹോക്കിന്റെ മാറിയിട്ടുണ്ട്. തുടക്കത്തില് സോറോനെ വെട്ടുന്ന സമയത്തെ വോയിസ് ആക്ടർ ഒരു നല്ല പ്രായമുള്ള ആളുടെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ എത്രയോ ക്യാരക്ടേഴ്സിന്റെ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ കോൺസെൻട്രേഷൻ മറ്റു കഥാപാത്രങ്ങളിലാണല്ലോ. അതാണ് കാര്യത്തില്ല ലൂഫിയുടെ ഒരു അവസ്ഥ വരുമ്പോൾ ഒബ്വിയസ്ലി. അങ്ങനെ നമുക്ക് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാം. വളരെ നല്ലൊരു എപ്പിസോഡായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പ്രതീക്ഷിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഞങ്ങൾക്ക് കുറെ അധികം ഫണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ഏരിയകൾ കവർ ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അത് നിങ്ങളുടെ തിയറീസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കമന്റ് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ്, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓൾസോ ലെറ്റ് us know. ബാക്കി അടുത്ത ആഴ്ച പറയുന്നതാണ്. സോ ടേക്ക് കെയർ. ബൈ.